ഗൈസ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള പ്രാവിൻ കൂട്, അതായത് പേരക്കാമരത്തിൻ്റെ മുകളിലെ പ്രാവ് മുട്ടയിട്ട് ഉയരം കാണിച്ചിട്ട് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ചങ്ങായിമാരെ, ഇന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു 10 ദിവസമായിട്ടുണ്ടാവും കേട്ടോ. ചങ്ങായിമാരെ, ഇന്നിപ്പോൾ 10 ദിവസത്തിന് ശേഷം ഇന്നാണ് ഞാനിവിടെ എത്തുന്നത് റൂമിൽ. ഞാൻ പുറത്ത് പോകുന്ന. അപ്പോൾ അങ്ങനെ 10 ദിവസത്തിന് ശേഷം ഇങ്ങനെ റൂമിൽ വന്ന് കുളിച്ചെല്ലാം ഫ്രഷായി വൈകിട്ട് നോക്കിയപ്പം പ്രാവിനവിടെ ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ ഭക്ഷണമെല്ലാം കഴിച്ചു. ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം 9:45 കേട്ടോ, രാത്രി. അപ്പോൾ ഞാനിങ്ങനെ വന്നിട്ട് വല്ലൊന്നൊരു പേരക്ക ഇറക്കാൻ വേണ്ടി ഇതിന് സത്യത്തിൽ ഞാൻ മറന്നു ചെയ്തു. ഈ സാധനം മറന്നിരുന്നു, ഇതിന് ഓർമ്മ എനിക്കില്ലേ. ഞാനിങ്ങനെ പേരക്ക ഇറക്കാന്ന് വെച്ചാൽ ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ അപ്പോഴെങ്കിലും ഇത് ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ പതുക്കൊന്ന് വന്ന് പാടി വയ്ക്കും. പക്ഷേ ഞാൻ വരെ പതുക്കെ നോക്കട്ടോ, നമ്മൾ നോക്കാം. പ്രാവ് അവിടെ ഇരിക്കുന്നുണ്ട്. അത് പറന്നുപോയി, പാവം. കുഴപ്പമില്ല, അത് വന്നിരുന്നോളും. അത് പേടിച്ചിട്ട് പറയുമായിരിക്കും. ഒറ്റ മുട്ടയേ ഉള്ളൂ, പ്രാവ് മട ഇരിക്കുന്നുണ്ട്. അത് വിരിയുമ്പം ആ കുഞ്ഞിനെ തീറ്റ കൊടുക്കണം. അതിന് വിരിയട്ടെ. ഇനി ഞാനതിനെ നോക്കി ശല്യം ചെയ്യില്ല, കാരണം നോക്കുമ്പോൾ ഇത് മാറിപ്പോവും. മാഷാ അല്ലാ, പ്രാവ് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ്ട് പേരക്കമരം. ഇതാണ് ഇതിലാണ് നിറയെ പേരക്ക. ഇതിന് വേറെ പ്രത്യേകത, പകൽ സമയത്ത് രാവിലെ ഒരു 8, 9, 10 മണിയാകുമ്പോൾ നല്ല പച്ച പനന്തത്ത. പക്ഷെ ഇവിടെ പനയില്ല, ഓടിഞ്ഞപ്പോഴത്തെ പച്ചത്തത്ത. തത്തകളിങ്ങനെ വന്നിരിക്കും പേരക്ക കഴിക്കാനാന്ന് തോന്നുന്നു. വല്ല മുഴുത്ത പേരക്ക മുകളിലുള്ളതൊക്കെ വേണ്ട. പേരക്ക ഇങ്ങനെ പഴുത്ത് താഴെ കണ്ടമാനം വീടുണ്ട് തന്നെ. അന്നേരം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് തത്തകളും വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ചങ്ങായിമാരെ, അടുത്ത ആഴ്ചയിൽ മിക്കവാറും എന്താവും, ആ പ്രാവിൻ്റെ മുട്ട വിരിയും, കുഞ്ഞനുണ്ടാവും. അവന് അടുത്ത വീഡിയോ കുഞ്ഞനായിട്ട് അയച്ചു തരാം.